പ്രദേശത്ത് മാതൃകാപരമായ ഇടപെടൽ നടത്തി ശ്രദ്ധേയരാവുകയാണ് ഒരു വാട്സാപ്പ് കൂട്ടായ്മ. ഉള്ളിയേരിക്കടുത്ത് കൂനഞ്ചേരി കേന്ദ്രീകരിച്ചുള്ള കൂട്ടായ്മ നിരവധി പ്രവർത്തനങ്ങളാണ് നാട്ടിൽ നടത്തുന്നത്. പാറക്കുളത്തിന് സംരക്ഷണ വേലി കെട്ടിയും കാടുകൾ വെട്ടിത്തെളിച്ചും ഇവർ സേവനരംഗത്ത് സജീവമാവുകയാണ്. റോഡിലെ കാട് വെട്ടിയും പാറക്കുളത്തിന് സംരക്ഷണ വേലി നിർമ്മിച്ചും നാടിന് മാതൃക തീർക്കുകയാണ് ഒരു വാട്സാപ്പ് കൂട്ടായ്മ. കൂനഞ്ചേരി കേന്ദ്രീകരിച്ചുള്ള വാട്സാപ്പ് കൂട്ടായ്മയാണ് നിരവധി പ്രവർത്തനങ്ങളിലൂടെ നാടിന് മാതൃകയാവുന്നത്. അപ്പോൾ ഈ കൂട്ടായ്മേൻ്റെ പ്രവർത്തനം ഇനി അങ്ങോട്ടും ഇപ്പോൾ ഒരു ഒട്ടനവധി പരിപാടി ഞങ്ങൾ നടത്തിക്കഴിഞ്ഞ് ഇതിൽ വനിതാ കമ്മിറ്റി ഉണ്ട്. അതുപോലെ വനിതാ കമ്മിറ്റിൻ്റെ സജീവ സാന്നിധ്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒട്ടനവധി കാര്യങ്ങൾ ഞങ്ങൾ അടുത്ത് തുടങ്ങാൻ വിചാരിക്കുന്നത് ഞങ്ങൾ എന്താ വെച്ചാൽ ഒരു ചാരിറ്റി പ്രവർത്തനം കൂടിയാണ്. അപ്പോൾ അതിനും കൂടി ഞങ്ങൾ സജീവമായിട്ട് എല്ലാ പ്രവർത്തകരും, അപ്പോൾ ഞങ്ങളെ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ വിളിച്ചാൽ വിളിപ്പുറത്ത് എത്തുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഞങ്ങളെ കൂടുതലുള്ളത്. കൂനഞ്ചേരി ഞാറച്ചാൽ കുന്നക്കടി റോഡിന്റെ വശത്തുള്ള ആഴമേറിയ ഞാറച്ചാലിൽ പാറക്കുളത്തിന് സംരക്ഷണ വേലി നിർമ്മിച്ചാണ് അംഗങ്ങൾ ആദ്യം നാട്ടിൽ പുതിയ മാതൃക തീർത്തത്. വലിയ ആഴമുള്ള കുളത്തിലേക്ക് റോഡിൽ നിന്നും വാഹനങ്ങളോ ആളുകളോ വീണാൽ വലിയ ദുരന്തമായിരിക്കും ഉണ്ടാവുക. ഈ നിലയിലാണ് വേലി കെട്ടാൻ തീരുമാനിച്ചത്. നാട്ടിൽ നിന്നും ശേഖരിച്ച മരങ്ങളും കമുകും ഉപയോഗിച്ചാണ് വേലി നിർമ്മാണം പൂർത്തിയാക്കിയത്. പിന്നീട് കൂനഞ്ചേരി കാരാട്ടുപാറ കനാൽ റോഡിലെ കാഴ്ച മറയ്ക്കുന്ന കാടുകൾ വെട്ടുന്ന പണിയാണ് കൂട്ടായ്മയിലെ അംഗങ്ങൾ നടത്തിയത്. ഇപ്പോൾ അതേ നമ്മൾ ഒരു ഗ്രൂപ്പ് തട്ടുംപുറം പാറക്കുളത്തിൻ്റെ സൈഡിൽ ആ അപകടകരമായ രീതിയിലുള്ള പൊന്തിക്കിടക്കുന്ന കാട് വെട്ടിയിട്ട് പിന്നെ ഉപകാരപ്രദമാക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് ഈ കനാലിൻ്റെ രണ്ട് സൈഡുകളും ഏകദേശം 1 കിലോമീറ്ററോളം രണ്ട് സൈഡുകളും നമ്മൾ കാട് വെട്ടിയിട്ട് പിന്നെ ഉപകാരപ്രദമാക്കുക ചെയ്തിട്ടുണ്ട്. 50ഓളം ആളുകൾ ഈ ഓരോ പരിപാടിയിലും പങ്കെടുക്കാറുണ്ട്. 300ഓളം അംഗങ്ങളാണ് ഈ മാതൃകാ സേവന പ്രവർത്തനത്തിൽ പങ്കാളികളായത്. പ്രസിഡന്റ് AK ഹസൻ, സെക്രട്ടറി പുഷ്പൻ പുതിയോട്ടിൽ, ട്രഷറർ UK ബിജീഷ്, വൈസ് പ്രസിഡന്റ് ഫസൽ, രക്ഷാധികാരികളായ P മുഹമ്മദ് അലി, ശശി ചതുർക്കോളി, VP പ്രസാദ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടന്നത്. ന്യൂസ് ബ്യൂറോ, ഉള്ളിയേരി.